ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. അർദ്ധരാത്രിയിൽ ഒരു വനത്തിലൂടെ സുന്ദരിയായ ഒരു പെൺകുട്ടി അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് എന്തോ ഒന്ന് ആ ഒരു പെൺകുട്ടി അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അത് നിലത്തിടാതെ വളരെയധികം ശ്രദ്ധാപൂർവം അത് പിടിച്ചുകൊണ്ട് തന്നെ വളരെയധികം വേഗത്തിൽ അവൾ ആ ഒരു കാട്ടിലൂടെ ഓടുകയാണ്. അവളുടെ പിന്നാലെ ആരോ ഉണ്ട്. അതൊരു കൂട്ടം ആൾക്കാരാണോ അല്ലെങ്കിൽ ഒരാളാണോ എന്നൊന്നും അറിയില്ല. അവസാനം ഓടി 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 ആ മലയുടെ അഗ്രഭാഗത്തേക്ക് അവൾ എത്തുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വഴിയില്ല. വലിയൊരു കൊക്കയാണ്. ആ കൊക്കയുടെ താഴ്ഭാഗത്തായിട്ട് കടലാണ്. ഒന്നില്ലെങ്കിൽ താഴേക്ക് എടുത്ത് ചാടുക, അല്ലെങ്കിൽ ആ വരുന്ന ആളുടെ കയ്യിൽപ്പെട്ട് മരിക്കുക. ഇതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നീട് ആ ഒരു പെൺകുട്ടി താഴേക്ക് വീഴുകയാണ്. വീണതാണോ എടുത്തെറിഞ്ഞതാണോ എന്നൊന്നും അറിയില്ല. വെള്ളത്തിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 2005 പുറത്തിറങ്ങിയ ബ്ലഡ് റെയിൻ എന്നൊരു കൊറിയൻ മൂവിയുടെ കഥയാണ്. നമ്മൾ പല ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും പഴയ കാലത്തെ കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണമൊക്കെ അധികമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പൊ ഇത്തവണ ഒരു ഡിറ്റക്റ്റീവ് വരുന്നത് ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്കാണ്. കാരണം ഈ ഇടയായിട്ട് അവിടെ ചില കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം? ആരാണ് ആ ഒരു സീരിയൽ കില്ലർ? ഇത് കണ്ടുപിടിക്കലാണ് ഡിറ്റക്റ്റീവ് പാർക്കിന്റെ ലക്ഷ്യം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ആ ഒരു ദ്വീപിലേക്ക് പോകാട്ടോ. അപ്പൊ ആ ഒരു ദ്വീപിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പേപ്പർ മില്ലാണ്. ഇന്ന് നമുക്ക് പേപ്പറിന് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും അന്ന് പേപ്പർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വാല്യുള്ള സാധനങ്ങളാണ്. നല്ല പൈസക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഈ പേപ്പറൊക്കെ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അത്രയും വിലപിടിപ്പുള്ള പേപ്പറുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഇവിടെ ഉണ്ടല്ലോ. ഒരുപാട് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ തൊഴിലാളികളുടെ കാര്യം, ഫാക്ടറിയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് ഒരു മേസ്ത്രിയും അവിടെ ഉണ്ട് കേട്ടാ. തൽക്കാലം നമുക്ക് അയാളെ ഡോങ്കപ്പൻ എന്ന് വിളിക്കാം. അവിടുത്തെ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ ആശ നല്ല മിടുക്കനാണ് കേട്ടോ. അതുപോലെ തന്നെ യാതൊരു ദയയും കരുണയില്ല. പണിക്ക് വന്ന ആൾക്കാർ പണിയെടുത്തോളാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. ഇപ്പൊ തന്നെ വലിയ ചുമടുമായിട്ട് പോകുന്ന ഒരു തൊഴിലാളി, ഒന്നല്ല രണ്ടുപേര് കാല് തന്നെ താഴേക്ക് വീഴുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ അത് താഴെ ഇട്ടത്, സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. അത്രയും കണ്ണിച്ചോരയില്ലാത്ത ഒരു കാര്യസ്ഥനാണ് ഈ ഒരു ഡോങ്കപ്പൻ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, കണക്കും കാര്യങ്ങളും, എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവൻ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫാക്ടറി ഉണ്ടല്ലോ, ഈ പേപ്പർ ഉണ്ടാക്കുന്ന ഫാക്ടറി, ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ആ നാട്ടിലെ തന്നെ മൂപ്പനാണ്. അയാൾക്കിപ്പോ വയസ്സായിട്ടുണ്ട്. പ്രായമായതുകൊണ്ട് തന്നെ എല്ലാത്തിന്റെയും ചുമതല മകനായിട്ടുള്ള വോൺ ഹ്യൂനാണ് കൊടുത്തിട്ടുള്ളത്. ആള് നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാട്ടോ. എല്ലാ വർഷവും അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മാനേജർ, അതായത് കാര്യസ്ഥനായിട്ടുള്ള ഡോങ്കപ്പൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, സാറേ അന്ന് നമ്മളുടെ ആ വിവരങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയ ആ ആളെ കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. ലീ എന്ന് പേരുള്ള ഒരു ജോലിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ എന്തൊക്കെയോ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടുപിടിക്കണമെന്ന് ഇപ്പൊ ഈ ഒരു മൂപ്പന്റെ മകനായിട്ടുള്ള വോൺ ഹ്യൂവും പറയുന്നുണ്ട്. ഇതിനുശേഷം ദ്വീപിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. അവിടെ ഫുൾ ടൈം വെള്ളം അടിച്ചു കിടക്കുന്ന ഒരുത്തനുണ്ട്. ലീച്ചാക്കു എന്ന് തൽക്കാലം നമുക്ക് അവനെ വിളിക്കാം. ഈ ലീച്ചാക്കു സോജപ്പ് എന്ന് പേരുള്ള മറ്റൊരുത്തനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോവാണ്. എന്നിട്ട് ഈ ലീച്ചാക്കു കള്ളൂടിയനാണ് കേട്ടോ. ഇവൻ പറയണ, എടാ സോജപ്പ, കുറെ ദിവസമായി ഞാൻ നിന്നോട് കാശ് ചോദിക്കുന്നു, എനിക്ക് എന്താടാ കുറച്ച് കാശ് തന്നാല്. ഇപ്പൊ സോജപ്പൻ പറയാണ്, എടാ നീ ചോദിക്കുമ്പോ എടുത്തു തരാൻ എന്റെ കയ്യിൽ എവിടെ നട കാശ്, ഞാൻ എന്തെങ്കിലും പറിക്കുന്നുണ്ടോ? അപ്പൊ കുടിയാനായിട്ടുള്ള ലീച്ചാക്ക് പറയാണ്, എടാ നീയൊക്കെ കുടുങ്ങുന്ന, നമ്മളെല്ലാവരും കുടുങ്ങുന്ന ഒരു രഹസ്യം എന്റെ കയ്യിലുണ്ട്. എന്റെ ഈ വിടുവായിത്തരം പറയുന്ന നാവ് കൊണ്ട് ഞാൻ അതെങ്ങാനും പറഞ്ഞാലോ, നാട്ടുകാർ മുഴുവൻ അത് അറിഞ്ഞാലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും സംഭവിക്കുന്നത്? അവന്റെ ആ ഒരു ഭീഷണിയിൽ സോജപ്പൻ പേടിച്ചു പോവാണ്. അതായത് സോജപ്പനും അവന്റെ ചില കൂട്ടുകാരും എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ലീച്ചാക്ക് പറഞ്ഞ ആ ഒരു കാര്യം കേട്ട് അവൻ പേടിച്ചത്. ഇപ്പൊ സോജപ്പൻ പറയാണ്, ലീച്ചാക്കു ഒരു കാര്യം ചെയ്യ്, രാത്രിയാകുമ്പോൾ ഹാർബറിന്റെ ഈ ഭാഗത്തേക്ക് നീ വാ, ഞാൻ കാശ് തരാന്ന് പറയണം. അങ്ങനെ രാത്രിയായി. ഇന്ന് ദ്വീപിൽ എന്തോ ഒരു ഉത്സവം നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദ്വീപിലെ മെയിൻ ആയിട്ടുള്ള ആളല്ലേ മൂപ്പൻ. അതുകൊണ്ട് വയ്യെങ്കിലും ആ ഉത്സവം നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്നേ മതിയാവുള്ളൂ. കാര്യമായിട്ടുള്ള എന്തോ ഒരു പൂജയും ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ്. പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പെണ്ണാണ്, ഒരു സ്വാമി പെണ്ണ്. അപ്പൊ സ്വാമിയുടെ ആ ഒരു വേഷമെല്ലാം ധരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ അവളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ ശബ്ദമൊക്കെ മാറുകയാണ്. ഒരു ആണിന്റെ പോലെയുള്ള ശബ്ദമായിട്ട് മാറുകയാണ് അവളുടെ. പിന്നീട് ഒരു ബോധവും ഇല്ലാത്ത രീതിയിൽ അവള് സംസാരിക്കാൻ തുടങ്ങി. നോക്കിക്കോ, ഈ നാട്ടിലേക്ക് ശാപം വരാൻ വേണ്ടി പോവാണ്. ചതിയന്മാരെ, ഞാൻ വരുമ്പോ ഈ നാട്ടിൽ ഒരുത്തൻ പോലും ജീവൻ ഉണ്ടാവില്ല. രക്തമഴയാണ് ഇവിടെ പെയ്യാൻ പോകുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ വായിൽ നിന്നും രക്തം പുറത്തേക്ക് വരികയാണ്. അധികം വൈകാതെ അവള് തലകറങ്ങി വീഴുന്നുണ്ട്. ഇത് കണ്ട് നാട്ടുകാരൊക്കെ ആകെ പേടിച്ചു പോവാണ്. എന്തോ ഒരു സംഭവം ഇവിടെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരൊക്കെ പുറക്കനെ വിളിച്ചു പറയാൻ തുടങ്ങി. അതെ, അവൻ വന്നു, ഇൻസ്പെക്ടർ കോങ്ങിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞു. എല്ലാ നാട്ടുകാരും വല്ലാണ്ട് ഭയന്നിരിക്കുകയാണ്. ആ ഭയം ഒരു 100 ഇരട്ടിയാകാൻ പാകത്തിന് മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുകയാണ്. അതായത് ഈ നാട്ടിലെ പ്രധാനമായിട്ടുള്ള ജോലിയാണല്ലോ ഈ പേപ്പറുകൾ ഉണ്ടാക്കുക. ഈ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നൊരു ജോലിയാണ്. അങ്ങനെ ഒരുപാട് പേപ്പർ ഉണ്ടാക്കി ഒരു കപ്പലിൽ അത് മുഴുവനായിട്ട് നിറച്ചു വെച്ചായിരുന്നു. നാളെ രാവിലെ പുറപ്പെടാതിരിക്കുന്ന കപ്പലാണ്. രാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള പേപ്പറാണ് അതൊക്കെ. അങ്ങനെ ആ ലോഡ് നിറച്ച കപ്പലിന് തീ പിടിക്കുകയാണ്. ആളി കത്തുകയാണ് കേട്ടോ. എല്ലാവരും ഭയന്ന് വിറച്ചു. വെള്ളം എല്ലാം ഒഴിച്ച് അത് കെടുത്താൻ നോക്കിയെങ്കിലും പൂർണ്ണമായിട്ടും ആ ഒരു കപ്പല് കത്തി നശിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചതോട് കൂടിയിട്ട് ദ്വീപിലെ എല്ലാവരും വല്ലാണ്ട് ഭയന്ന് വിറച്ചിരിക്കും.
അടച്ചിരിക്കുകയാണ്. അതെ, ഇൻസ്പെക്ടർ കോങ്, അദ്ദേഹത്തിന്റെ ആത്മാവ് വന്നിരിക്കുകയാണ്. ആരാണ് കോങ്? അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് ഈ ദ്വീപിലുള്ള ആൾക്കാരോട് പ്രതികാരം വീട്ടുന്നത്? അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും കൊട്ടാരത്തിലേക്ക് എത്തേണ്ട ആ ഒരു വലിയ ലോഡ് പേപ്പർ എത്താത്തത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ നിന്നും ഒരു സ്പെഷ്യൽ ടീമിനെ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ്. കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ഓഫീസർ, തൽക്കാലം നമുക്ക് അയാളെ ആശാൻ എന്ന് വിളിക്കാം. അയാളുടെ കൂടെ തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഇൻസ്പെക്ടർ ആയിട്ടുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള പാർക്കും. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഈ പേപ്പർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കൊട്ടാരത്തിൽ എത്തിയാൽ അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന ജാങ് എന്ന് പേരുള്ള ഒരാൾ. അങ്ങനെ 3 പേര് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവർ ഈ ഒരു ദ്വീപിലേക്ക് വന്ന് കാലെടുത്ത് വെച്ചില്ല, അതിന് മുന്നേ തന്നെ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഏതോ ഒരുത്തനെ കൊന്ന് കമ്പിയിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്, അൽഫാം ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ദ്വീപിലെത്തിയ പാട് തന്നെ കയ്യിലൊരു കേസ് കിട്ടിയിരിക്കുകയാണ്. പാർക്കും അവന്റെ ആശാനും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരുത്തനെ കമ്പിയിൽ കോർത്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ആള് മറ്റാരുമല്ല, ഇന്നലെ സോജപ്പനോട് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് ചോദിച്ച ആ ഒരു കള്ളുകുടിയനുണ്ടല്ലോ, ലീചാക്കു, അവൻ തന്നെ. ആരായിരിക്കും ലീചാക്കുവിനെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നിട്ടുണ്ടാവുക? എന്തായാലും പാർക്ക് അവന്റെ ബോഡി വിശദമായിട്ടൊന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ കമ്പി ഇവന്റെ ദേഹത്തോടെ കുത്തി കയറ്റിയല്ല ഇവനെ കൊന്നിരിക്കുന്നത്. കാരണം ആ കമ്പിയിലൊന്നും രക്തമില്ല. ഇയാൾ നേരത്തെ മരിച്ചിട്ട് അതിനുശേഷം ആരും ഒരാൾ ഈ കമ്പി കുത്തി കയറ്റിയതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ലീചാക്കു മരിച്ചതെന്ന് അറിയണല്ലോ. അതുകൊണ്ട് അവന്റെ ദേഹത്തിൽ ആ ഒരു കമ്പി ഊരി മാറ്റി ആ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളെയും വിളിക്കുകയാണ്. പിന്നെ ഈ പേപ്പർ മില്ലില് ഡൈയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടെന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവനെയും കൂടെ വിളിക്കുകയാണ്. എന്നിട്ട് ആ ഒരു പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു പ്രത്യേകതരം ചെടിയുണ്ട്, അത് ചെറിയ അളവിൽ യൂസ് ചെയ്താൽ മരുന്നാണ്, പക്ഷെ വലിയ അളവിൽ ഉള്ളിലേക്ക് ചെന്നാൽ വിഷുവാണ്. അങ്ങനെ ആ മരുന്ന് ഉള്ളിലേക്ക് ചെന്നിട്ടാണ് ലീചാക്കു മരിച്ചിരിക്കുന്നത്. അതായത് ആ മരുന്ന് മനഃപൂർവ്വം തന്നെ വലിയ അളവിൽ ലീചാക്കുവിന് ആരോ ഒരാൾ കൊടുത്തതാണ്. പിന്നീട് ചില ചെറിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നമ്മുടെ പാർക്ക് അവിടെ നടത്തുന്നുണ്ട്. അധികം വൈകാതെ കൊലയാളിയെ കൈയോടെ പൊക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ സോജപ്പൻ തന്നെ. സോജപ്പനെയാണല്ലോ ലീചാക്ക് കാശ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തത്. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ പാർക്ക് സോജപ്പനാണ് കൊലയാളി എന്ന് കണ്ടുപിടിച്ചത്? അതിനൊരു കാരണമുണ്ട്. നേരത്തെ വൈദ്യുതി പറഞ്ഞ ആ ഒരു ചെടി ഉണ്ടല്ലോ, ചെറിയ അളവിലാണെങ്കിൽ മരുന്നാണ്. ആ മരുന്ന് എന്തോ ഒരു അസുഖത്തിന് വേണ്ടി സോജപ്പൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വലിയ അളവിൽ അത് അവൻ മേടിച്ച് വീട്ടിൽ വെച്ചായിരുന്നു. എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് അവന് കഴിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ മരുന്നിന്റെ ബാക്കി അവന്റെ വീട്ടിൽ കാണേണ്ടതല്ലേ? എന്നാൽ അതിന്റെ ബാക്കിയൊന്നും അവന്റെ വീട്ടിലില്ല. അതിനർത്ഥം ആ മരുന്ന് ഉപയോഗിച്ച് അവൻ എന്തോ ഒരു പരിപാടി ഒപ്പിച്ചു എന്നല്ലേ? അങ്ങനെയാണ് സോജപ്പനാണ് ആ ഒരു കൊലപാതകി എന്ന് മനസ്സിലായത്. എന്തായാലും വേഗം തന്നെ സോജപ്പനെ ജയിലടക്കാണ്. ഇതിനുശേഷം രാത്രിയായപ്പോൾ നമ്മുടെ പാർക്കും അതുപോലെ തന്നെ അവന്റെ ആശാനും കൂടെ നേരെ പോകുന്നത് അവിടുത്തെ ആ ഒരു മൂപ്പനുണ്ടല്ലോ അയാളുടെ വീട്ടിലേക്കാണ്. അവർക്ക് വേണ്ടി നല്ലൊരു വിരുന്ന് തന്നെ മൂപ്പന്റെ മകനായിട്ടുള്ള വോൺ ഹ്യൂ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് 3 പേരും മദ്യപിക്കുകയാണ്. ഈ സമയത്ത് പാർക്ക് അവന്റെ അച്ഛനെ ഭയങ്കര ചിട്ടയോട് കൂടിയിട്ടാണ് വളർത്തിയത്. പല ടഫായിട്ടുള്ള ചോദ്യങ്ങളും അവനോട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നേ വരെ അതിനൊന്നും മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ പാർക്കിന് പറ്റിയിട്ടില്ല. അപ്പൊ അതിലൊരു ചോദ്യം ഇപ്പോൾ പാർക്ക് മൂപ്പന്റെ മകനായിട്ടുള്ള വോൺ ഹ്യൂവിനോട് ചോദിക്കുകയാണ്. കുറച്ചു നേരം ആലോചിച്ച് പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം വോൺ ഹ്യൂ കൊടുക്കുകയാണ്. അതിനർത്ഥം എന്താണ്? വോൺ ഹ്യൂ നല്ല ബുദ്ധിയുള്ള പയ്യനാണ്. അതിന്റെ ഉത്തരം വോൺ ഹ്യൂ പറഞ്ഞത് കേട്ട് നമ്മുടെ പാർക്ക് തന്നെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ പാർക്ക് നേരെ പോകുന്നത് കപ്പലിന് തീ പിടിച്ചല്ലോ, അതിലെ ആ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ്. അങ്ങനെ അവിടെ പോയി പരിശോധിച്ചപ്പോൾ വ്യത്യസ്തമായ ഒരു സാധനം പാർക്കിന് കിട്ടുന്നുണ്ട്. ഇതെന്തായാലും ഈ കപ്പലിൽ ഉണ്ടായിരുന്ന സാധനമല്ല എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നാട്ടുകാർ പറയുന്നത് കപ്പലിന് തീ പിടിച്ചപ്പോൾ ആ തീക്കൊരു പ്രത്യേകതരം നീല നിറമായിരുന്നു. സാധാരണ ഒരു യെല്ലോ ഓറഞ്ച് കളറൊക്കെ ആയിരിക്കുമല്ലോ, ഇതുപോലെ നീല നിറം വരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. പിന്നീട് ആ ദ്വീപിന്റെ പല ഭാഗത്തൂടെ ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പാർക്ക് അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ചെറിയൊരു ഷെഡിന്റെ ഭാഗത്തെത്തി അതിന്റെ ആ ഒരു തൂണിൽ കൈവച്ചപ്പോൾ പാർക്കിന് പെട്ടെന്നൊരു അപകടം സംഭവിക്കുകയാണ്. അവൻ തെന്നി അടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ജസ്റ്റ് മിസ് എന്ന് പറയും, അല്ലെങ്കിൽ ആ മരത്തിന്റെ ഇടയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു കേട്ടോ. കൈക്ക് നല്ല പരിക്കുകളോട് കൂടിയിട്ട് തൽക്കാലത്തേക്ക് ഇപ്പൊ പാർക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതി പാർക്ക് വിശ്രമിക്കാനൊന്നും പോയില്ല കേട്ടോ. ആ കപ്പലിന്റെ ഭാഗത്ത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോയല്ലോ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്ന് കിട്ടിയില്ലേ? അതെന്താണെന്ന് ആ കപ്പലിന്റെ ക്യാപ്റ്റനോട് തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ആ ഒരു സാധനം സൂക്ഷ്മമായി നോക്കിയെങ്കിലും അയാൾക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ക്യാപ്റ്റൻ പറയാണ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ മേടിച്ചതായിരിക്കണം. അതുപോലെ തന്നെ പാർക്ക് മറ്റൊരു കാര്യം കൂടെ ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സത്യം പറയണം. അസ്വാഭാവികമായിട്ട് ഈയിടെയായിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ? ക്യാപ്റ്റൻ ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നീട് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവിടുത്തെ കാര്യസ്ഥനായിട്ടുള്ള ഡോങ്കപ്പനോട് ഇവിടുത്തെ മൂപ്പനും വോണിയും കൂടെ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നല്ലോ. അതായത് കുറച്ചു മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്ന ലീ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ എന്തൊക്കെയോ എടുത്തിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും അറിയില്ല, ആളിപ്പോ കാണാനില്ല. അപ്പൊ ആ ആളെ കണ്ടുപിടിക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട് എന്ന് പറയണം. എന്നാൽ എന്താണ് അവർക്കിടയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും ഈ ക്യാപ്റ്റനെ ഒന്നും അറിയില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രി ആയിട്ടുണ്ട്. മറ്റേ സോജപ്പനെ ഇപ്പോഴും ജയിലിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഈ സോജപ്പനെ കാണാനായിട്ട് രാത്രി നമ്മുടെ ഹീറോ ആയിട്ടുള്ള പാർക്കും അതുപോലെ തന്നെ അവന്റെ ആശാനും കൂടെ ഒരുത്തനും കൂടെ വന്നായിരുന്നല്ലോ, ജാങ്. രാജാവിന്റെ അടുത്ത് പോയിട്ട് പേപ്പറിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ജാങ് ഇപ്പോ രാത്രി സോജപ്പന്റെ അടുത്തേക്ക് വന്നിട്ട് സോജപ്പനോട് ചോദിക്കുകയാണ്, എടാ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാണ് ലീചാക്കുവിനെ കൊന്നതെന്ന്. പല തവണയായിട്ട് അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവും. ശരി, ആ കാരണത്താൽ നീ അവനെ കൊന്നു എന്ന് തന്നെ വെക്ക്. പക്ഷെ എന്തിനാണ് ആ നാട്ടുകാർ കാണും വിധം ഈ കമ്പിയിൽ കോർത്തിട്ട് അവനിങ്ങനെ പബ്ലിക് ആക്കി കൊണ്ടുവച്ചത്? ഈ സമയത്ത് നമ്മുടെ സോജപ്പൻ പറയുന്നുണ്ട്, എടാ ജാങ്ങെ, നീ പറഞ്ഞതുപോലെ ലീചാക്കുവിനെ കൊന്നത് ഞാൻ
തന്നെയാണ് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടാ കൊന്നത്. പക്ഷെ കമ്പിയിൽ കോർത്ത് അവനെ ആ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത് ഞാനല്ലടാ. എനിക്കാകെ പേടിയാവുന്നുണ്ട്. അതായത് ഇന്നലെ പൂജ നടന്ന സമയത്ത് ആ ഒരു സ്വാമി പെണ്ണ് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അതായത് ഇൻസ്പെക്ടർ കോങ്ങിന്റെ ആത്മാവ് ഇങ്ങോട്ടേക്ക് വന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കൈയും കാലൊക്കെ വിറക്കുന്നുണ്ട്. എടാ എങ്ങനെയെങ്കിലും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ സഹായിക്കടാ. അപ്പൊ ജാങ് പറയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടുന്ന് നിന്നെ കൊട്ടാരത്തിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവല്ലോ. ആ വഴിക്ക് നിനക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പരിപാടിയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ തൽക്കാലം കുറച്ച് ദിവസം പേടിക്കാതെ ഇവിടെ ഇരിക്കുന്നു പറയാണ്. അങ്ങനെ സോജപ്പനോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ജാങ് അവിടുന്ന് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഇവന്റെ പിന്നാലെ ആരോ ഒരാൾ കൂടുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ അവനെ തൂക്കുകയാണെന്ന് പറഞ്ഞാല് ഒരു കയറിൽ കെട്ടി തല കീഴെയാക്കി അവന് തൂക്കിയിടുന്നുണ്ട്. മാത്രല്ല തിളച്ചു മറിയുന്ന എന്തോ ഒരു വെള്ളം, ഒരു കെമിക്കലാണ്. ആ കെമിക്കലിലേക്ക് ജാങ്ങിനെ മുക്കിയും താത്തിയും കളിക്കുകയാണ്. അവസാനം വളരെ ക്രൂരമായിട്ട് തന്നെ ജാങ് മരണപ്പെടുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു വിവരം എല്ലാവരും അറിയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ പാർക്ക് നേരെ പോയത് നമ്മുടെ സോജപ്പന്റെ അരിയിലേക്കാണ്. കാരണം ഇന്നലെ രാത്രി സോജപ്പനെ കണ്ട് സംസാരിക്കാനായിട്ട് ജാങ് പോയായിരുന്നു. അതവിടെ കാവൽ നിന്ന പട്ടാളക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സോജപ്പനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സോജപ്പൻ പറയാണ്, എന്റെ പൊന്നു സാറേ, ഈ നടക്കുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ആദ്യത്തെ കൊലപാതകം ലീച്ചാക്കുവിനെ കൊന്നത് ഞാനാണ്, അതും വിഷം കൊടുത്ത്. പക്ഷേ ആ ഒരു കമ്പിയിൽ കോർത്ത് അവിടെ അവനെ കൊണ്ടുവച്ചത് അത് ഞാനല്ല സാറേ. സാറേ പറ്റുകയാണെങ്കിൽ ഈ ഒരു ദ്വീപിൽ നിന്ന് എന്നെ കൊണ്ടുപോ, കൊട്ടാരത്തിലെ ജയിലിൽ എന്നെ കൊണ്ടു അടച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്തൊക്കെയോ വല്ലാണ്ട് പേടിയാവുന്നുണ്ട് സാറേ. ഈ സമയത്ത് പാർക്കിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. സോജപ്പ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പേടിക്കണമെങ്കിൽ ഇവിടെ കാര്യമായിട്ട് എന്തോ ഒന്നും നടന്നിട്ടുണ്ട്. സത്യം പറയടാ, എന്താ ഇവിടെ സംഭവിച്ചത്? ആദ്യം പറയാൻ മടി കാണിച്ചെങ്കിലും പാർക്ക് നിർബന്ധിച്ചത് കൊണ്ടും ഒരിച്ചിരി പേടിപ്പിച്ചത് കൊണ്ടും സോജപ്പന് ആ ഒരു കാര്യം പറയാണ്. അതായത് അന്നത്തെ കാലത്ത് കൊറിയയിൽ കൊറിയയുടേതായ ഒരു സംസ്കാരവും ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ യൂറോപ്യന്മാർ പതിയെ പതിയെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ക്രിസ്ത്യാനിറ്റി ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അത് അവിടുത്തെ രാജഭരണത്തിന് വലിയൊരു ഭീഷണിയായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ ഒരു മതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് വലിയ ശിക്ഷ തന്നെ രാജാവ് കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു മന്ത്രിയെ ഇതുപോലെ പിടിച്ചു വളരെ ക്രൂരമായിട്ട് തന്നെ ആ ഒരു മന്ത്രിയെ ശിക്ഷിക്കുകയാണ്. ആ മന്ത്രിക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഈ നാട്ടിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള കോങ്. എന്നാൽ ഇതേ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചില ചാരന്മാര് ഒരു 5 പേര് രാജാവിനൊരു വിവരം കൊടുത്തു. അതായത് മന്ത്രിയുടെ കൂട്ടുകാരനായിട്ടുള്ള ഇൻസ്പെക്ടർ കോങ്ങും മതം മാറി അതിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അന്ന് ആ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന ഇൻസ്പെക്ടർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാതെ ഇൻസ്പെക്ടർ കോങ്ങിനെ ശിക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മൊത്തം കുടുംബത്തെയും. ആ ശിക്ഷ കണ്ട് മറ്റാരും ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകാൻ പാടില്ല. അപ്പോ അത്രയും ഭയാനകരമായ ശിക്ഷയായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. 5 പേരുണ്ടായിരുന്നു ഇൻസ്പെക്ടർ കോങ്ങിന്റെ ഫാമിലിയിൽ. ഒന്ന് അദ്ദേഹത്തിന്റെ ചെറിയ മകൻ, ആദ്യ ദിവസം തന്നെ ഒരു കമ്പിയിൽ കോർത്താണ് അവനെ കൊന്നു കളഞ്ഞത്. രണ്ടാമത് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മിൻസുവോ തിളക്കുന്ന ഒരു പ്രത്യേകതരം കെമിക്കലിൽ മുക്കിയാണ് അവളെ കൊന്നത്. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയെ നനഞ്ഞ പേപ്പർ മുഖത്തിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. അതുപോലെ 4ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ അമ്മയെ തലക്കടിച്ച് തല പൊളിച്ചു കൊന്നു. പിന്നീട് 5ാമത്തെ ദിവസം ഈ ഇൻസ്പെക്ടർ കോങ്ങിന്റെ കയ്യിലും കാലിലും 4 കെട്ടുകെട്ടി കുതിരകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിച്ച് വളരെ ക്രൂരമായിട്ട് 4 കഷ്ണമാക്കിയാണ് കൊന്നത്. ഇത് കണ്ട് അന്നുണ്ടായിരുന്ന എല്ലാവരും വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പാർക്കിന് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതായത് ആദ്യം മരിച്ചുപോയ ലീ ചാക്കോ, അവൻ എങ്ങനെയാ മരിച്ചത്? ഈ ഇൻസ്പെക്ടർ കോങ്ങിന്റെ മകനെ കൊന്നതുപോലെ ഒരു കമ്പിയിൽ കോർത്ത് ആ രീതിയിലാണ് മരണപ്പെട്ടത്. രണ്ടാമത് മരണപ്പെട്ട ജാങ്, അവൻ എങ്ങനെയാണ് മരിച്ചത്? ആ ഒരു കെമിക്കലിൽ വീണ് ആ രീതിയിലാണ് ഇൻസ്പെക്ടർ കോങ്ങിന്റെ മകളായിട്ടുള്ള മിൻസുവോയെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻസ്പെക്ടർ കോങ്ങിനെതിരെ സാക്ഷി പറഞ്ഞ ആ 5 ഇൻഫോമേഴ്സ് ഉണ്ടല്ലോ, അവരെയാണ് ഈ ഒരു കില്ലർ ടാർഗറ്റ് ചെയ്യുന്നത്. ആ 5 ഇൻഫോമേഴ്സിൽ ഒരാളാണ് ലീ ചാക്കോ, രണ്ടാമത്തെ ആളാണ് ജാങ്. എന്തൊക്കെയോ കണ്ട് ഭയക്കുന്ന ഈ സോജപ്പൻ ആ കൂട്ടത്തിലെ 3ാമത്തവൻ തന്നെ ആയിരിക്കുമല്ലോ. ആ കാര്യം ഇപ്പൊ നമ്മുടെ പാർക്കിന് മനസ്സിലായി. അതുപോലെ തന്നെ ബാക്കിയുള്ള 2 പേര് ആരാണെന്ന് അവനോട് ചോദിക്കുമ്പോൾ ഭയം കാരണം അവനൊന്നും പറയുന്നില്ല. എന്നാൽ പാർക്ക് മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യാണ്. സോജപ്പനെ ഒരു ഇരയാക്കി ഇട്ടുകൊടുത്തുകൊണ്ട് യഥാർത്ഥ കില്ലറെ പിടിക്കണം. അതിനായിട്ട് അവൻ ആ ഒരു ജയിലിൽ തന്നെ കൊണ്ടുവിടുകയാണ്. കാവലിനായിട്ട് ഒരാളെ മാത്രം നിർത്തുകയാണ്. അപ്പോൾ ഇത് എളുപ്പമാണെന്ന് കരുതിയിട്ട് ആ ഒരു കില്ലർ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് വരുമല്ലോ, അവിടെ വെച്ച് അവനെ തൂക്കാം എന്നതാണ് പാർക്കിന്റെ പദ്ധതി. അതിന്റെ കൂടെ തന്നെ 7 വർഷം മുന്നേ വളരെ ദാരുണമായി മരണപ്പെട്ട ഇൻസ്പെക്ടർ കോങ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പാർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. ഈ നാട്ടുകാർക്ക് വളരെ ചെറിയ തോതിൽ പലിശയ്ക്ക് കടം കൊടുക്കുന്ന പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് നാട്ടുകാർക്ക് വലിയ ഉപകാരമായിരുന്നു. നാട്ടുകാർക്കൊക്കെ അന്ന് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഈ ദ്വീപിലെ ഏറ്റവും വലിയ വരുമാനമായിട്ടുള്ള ആ ഒരു പേപ്പർ ഫാക്ടറി അത് അവിടെ തുടങ്ങിയത് തന്നെ ഇൻസ്പെക്ടർ കോങ് ആയിരുന്നു. എന്നാൽ കോങ് മരിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടുള്ള അതിന്റെ അധികാരം കിട്ടിയത് മൂപ്പനാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് നടന്ന ആ ഒരു ചതിക്ക് പിന്നിൽ ഈ മൂപ്പൻ ഉണ്ടാവില്ല. അയാൾ എന്തായാലും എനിക്കൊന്ന് ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ അന്ന് ഇൻസ്പെക്ടർ കോങ്ങിന്റെ ആ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന ആ ഇൻസ്പെക്ടർ, അയാൾ എന്തുകൊണ്ട് നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിച്ചില്ല എന്നതും എനിക്കറിയണം. അപ്പൊ പാർക്കിന്റെ ആശാൻ പറയാണ്, എന്റെ പൊന്നു പാർക്കെ, നീ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഒന്ന് ഈ നാട്ടിലെ അധികാരി ആ മൂപ്പനാണ്. പിന്നെ പണ്ട് ആ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന ആ ഒരു ഇൻസ്പെക്ടർ, അയാൾ ഇങ്ങോട്ടേക്ക് അയച്ചത് രാജാവാണ്. അപ്പൊ ഇതിന്റെ പുറത്തേക്ക് ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞാൽ അത് രാജാവിനോടുള്ള ചോദ്യം ചോദിക്കലായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ടെന്ന് പറയാല്. എന്നാലും ഈ നാട്ടിലെ മൂപ്പനുണ്ടല്ലോ, എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പന്റെ
തന്റെ മകനായിട്ടുള്ള വോൺഹ്യുവിനോട് ആ ചോദ്യം ചോദിക്കാനുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. അപ്പോൾ വോൺഹ്യു പറയുന്നത് ഇപ്പൊ തന്നെ കപ്പല് ഈ തീപിടുത്തം ഉണ്ടായി, വലിയ നഷ്ടം ഞങ്ങൾക്കുണ്ടായി, അതിന്റെ ആ ഒരു ടെൻഷനിലാണ് എന്റെ അച്ഛൻ. ആരോഗ്യപരമായിട്ട് അദ്ദേഹം വളരെ വീക്കാണ്, അദ്ദേഹം ഒന്ന് ഉഷാറായിട്ട് പോരെ ബാക്കിയുള്ള കേസ് അന്വേഷണമൊക്കെ, ഞാൻ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാം. പാർക്കിന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു വോൺഹ്യു, അതുകൊണ്ട് വോൺഹ്യു പറഞ്ഞ കാര്യം പാർക്ക് കേൾക്കാണ്. ഇതിനുശേഷം പാർക്ക് പോകുന്നത് 7 വർഷം മുന്നേ മരിച്ചുപോയ ഇൻസ്പെക്ടർ ഗോങ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആ സമയത്ത് ഒരു പയ്യൻ ഉണ്ടായിരുന്നു, കുട്ടനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഫാക്ടറിയിലെ പേപ്പറുകൾക്ക് കളറും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ ഒരു പയ്യൻ. അതുപോലെ തന്നെ അന്ന് ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പാർക്കിനെ സഹായിച്ചതും ഇവൻ തന്നെയാണ്. ഈ കുട്ടൻ ഇപ്പോൾ ഇൻസ്പെക്ടർ ഗോങ്ങിന്റെ വീട്ടിലാണ്. ഈ കുടുംബവുമായിട്ട് ഈ കുട്ടന് യാതൊരു ബന്ധവുമില്ല. അവൻ ചെറിയ പ്രായത്തിൽ അനാഥനായ സമയത്ത് അവൻ എടുത്തു വളർത്തിയ ആളാണ് ഈ കോങ്. അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ആ ഒരു കുടുംബത്തോടും കുട്ടന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കുട്ടൻ നിന്ന് ഞാൻ പേരിട്ടത് നിഷ്കളങ്കമായിട്ടുള്ള അവന്റെ ആ ഒരു ഭാവം കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും. അവൻ വരച്ച ആ ഒരു ചിത്രം ഇപ്പോൾ നമ്മുടെ പാർക്ക് കാണുകയാണ്. ഇൻസ്പെക്ടർ കോങ്ങിന്റെ ചിത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മിൻസുയുടെ ചിത്രവും. അപ്പൊ ഇതിങ്ങനെ സൂക്ഷിക്കുമ്പോൾ ആ ഒരു കുടുംബത്തോട് അവൻ അത്രയും ഇഷ്ടവും കടപ്പാടുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തോട് കടപ്പാടുള്ള ഈ കുട്ടൻ തന്നെയായിരിക്കോ ആ ഒരു കില്ലർ, ആ 5 ഇൻഫോമറേയും തേടി കൊല്ലാൻ പ്ലാൻ ചെയ്ത ആ ഒരു കില്ലർ? ഇങ്ങനെ സംശയം തോന്നാൻ പാർക്കിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു അപകടത്തിൽപ്പെട്ട ഈ ഇൻസ്പെക്ടർ കോങ്ങിന്റെ മകൾ മിൻസോ ഉണ്ടല്ലോ, അതായത് കടലിലേക്ക് വീണതാണ്. രക്ഷിക്കാൻ ആര് ചാടിയാലും അയാളും മരിക്കായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കടലിലേക്ക് എടുത്ത് ചാടി മിൻസോയെ രക്ഷപ്പെടുത്തിയ ആളാണ് ഈ ഒരു കുട്ടൻ. അതിലൂടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാലോ, ആ ഒരു കുടുംബത്തോട് അവൻ എത്രയും സ്നേഹമുണ്ട്. എന്തായാലും പാർക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. എന്തായാലും രാത്രിയായപ്പോൾ സോജപ്പനെ ഒരു ഇരയെ പോലെ ആ ഒരു കൂട്ടിലിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കാട്ടിൽ ഒരേ ഒരു കാവൽക്കാരനെ മാത്രം അവിടെ നിർത്തിയിട്ട് ഇവരെല്ലാവരും ഒളിച്ചിരിക്കുകയാണ്. കൊലയാളി വരുമ്പോൾ അവൻ ഈസി ആയിട്ട് പിടിക്കാം എന്നതായിരുന്നു നമ്മുടെ പാർക്കിന്റെയും കൂട്ടരുടെയും പ്ലാന്. എന്നാൽ ഇവരെക്കാൾ ബുദ്ധിമാനായിരുന്നു ആ ഒരു കൊലയാളി. എന്തോ ശബ്ദം കേട്ട് ആ ഒരു കൊള്ളികൾക്കിടയിലൂടെ തല പുറത്തേക്കിട്ട സോജപ്പന്റെ തലയിൽ തന്നെ ഒരു ആണി വന്ന് കയറുകയാണ്. അവന്റെ തല പുറത്തേക്ക് വലിച്ചിട്ട് നനഞ്ഞൊരു പേപ്പർ കൊണ്ട് അവന്റെ മുഖം പൊത്തി വലിച്ചു പിടിച്ച് ശ്വാസം മുട്ടിച്ച് നിമിഷ നേരം കൊണ്ട് സോജപ്പനെ ഇവരുടെ കൺമുന്നിൽ വെച്ച് ആ ഒരു കില്ലർ കൊന്ന് അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3ാമത്തെ കൊലപാതകം അതെങ്ങനെയാണ് നടന്നത്? ഇൻസ്പെക്ടർ കോങ്ങിന്റെ ഭാര്യയെ കൊന്നത് എങ്ങനെയാണ്? ഇതുപോലെ നനച്ച പേപ്പർ മുഖത്തിട്ട് ശ്വാസം മുട്ടിച്ചല്ലേ? അതേ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ആ ദ്വീപിലെ എല്ലാവർക്കും പേടിയാവാണ്. ഒരാൾ പോലും ഭയം കാരണം ഇപ്പോൾ ആ ഒരു പേപ്പർ മില്ലിലേക്ക് ജോലിക്ക് പോവാതെയായി. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ആത്മാവിനോടുള്ള ഭയം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാമി പെണ്ണുണ്ടല്ലോ, അവളുടെ അടുത്തേക്ക് പോയി പൂജിച്ച ഒരു തകിട് മേടിച്ച് എല്ലാവരുടെയും വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ സ്വാമി പെണ്ണിനെ കാണാനായിട്ട് പാർക്ക് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഓൾറെഡി ഈ നാട്ടുകാർ ഭയന്നിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നിന്റെ കുറച്ച് നാടകം കൂടി ആയപ്പോൾ എല്ലാവരും നന്നായിട്ട് പേടിച്ചു. കാശ് ഉണ്ടാക്കാൻ വേണ്ടി നീ എന്തും ചെയ്യോ. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അലർജി എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവും. അവർക്ക് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അവരുടെ ദേഹത്ത് തട്ടിയാലോ കണ്ടാലോ അസ്വാഭാവികമായിട്ട് അവർ പെരുമാറും. നീ അതിനെ ബാധയാക്കി മാറ്റുന്നുണ്ടല്ലേ. ഒരുപാട് നാട്ടുകാരെ പറ്റിക്കാൻ നിന്നാൽ നിനക്കിട്ട് ഞാൻ നല്ല പണി തരുമെന്ന് പാർക്ക് പറയാണ്. എന്നാൽ ആ ഒരു സ്വാമി പെണ്ണ് പറയാണ്, സാറേ സാറിന് സാറിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. പിന്നെ സാറിനൊരു കാര്യം കേൾക്കണോ, ഈ ആത്മാവ് ഈ നാട്ടിലേക്ക് വരുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല, എന്നെ കൊണ്ട് ആരോ പറയിച്ചതാണ്. അത് മാത്രമല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ നാട്ടിൽ സാധാരണയായിട്ട് മഴയെ പെയ്യാറില്ല. എന്നാലും മലയുടെ മുകളിൽ വെച്ച് ഞാനൊരു ഇടിയുടെ ശബ്ദം കേട്ടു. മഴയൊന്നും പെയ്യാതെ എങ്ങനെയാണ് മലയുടെ മുകളിൽ നിന്നും ഇടിശബ്ദം കേൾക്കുക? സ്വാമി പെണ്ണ് അതിനൊരു അമാനുഷികമായ രീതിയിൽ പറയുന്ന സമയത്ത് അതിനെ ലോജിക്കലായിട്ട് നമ്മുടെ പാർക്ക് ഒന്ന് ചിന്തിച്ചെടുക്കുകയാണ്. അതായത് മലയുടെ മുകളിൽ വെച്ച് അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മലയിൽ വെച്ച് ആരോ ഒരു വെടി പൊട്ടിച്ചു എന്നാണ്. അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ പാർക്ക് കണക്ട് ചെയ്യാണ്. ഈയിടെയായിട്ട് ഇവിടെ നിന്നും ലീ എന്ന് പേരുള്ള ഒരാളെ കാണാതായിട്ടുണ്ട്. ചിലപ്പോ ആരെങ്കിലും ആ ഒരു മലയുടെ മുകളിൽ അവനെ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നതാണെങ്കിലോ. അതുകൊണ്ട് തന്നെ ലീയുടെ ആ ഒരു ബോഡി തേടി എല്ലാവരും കൂടെ മലയുടെ മുകളിലേക്ക് പോവാണ്. ബോഡിയൊന്നും ആർക്കും കിട്ടിയില്ല. പക്ഷേ വെടി പൊട്ടിക്കുമ്പോൾ അതിന്റെ ആ ഒരു വെടിമരുന്ന് അവിടുത്തെ ഇലയിൽ വീണ് ഇല കരിഞ്ഞു പോയതിന്റെ ചില തെളിവുകൾ ഇവർക്ക് കിട്ടിയാട്ടോ. അത് ഫോളോ ചെയ്ത് പോയപ്പോൾ ഒരു പാറയുടെ അരികിലായിട്ട് കുറച്ച് രക്തവും കാണുന്നുണ്ട്. അതായത് വെടിയേറ്റ ലീ താഴേക്ക് വീണിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ താഴെയുള്ള വെള്ളക്കെട്ടിന്റെ ഒരു ഭാഗത്ത് വെച്ച് ലീയുടെ ബോഡി കിട്ടുകയാണ്. ലീ മറ്റാരുമല്ല, ഒരു പെണ്ണാണ്. നമ്മൾ സിനിമയുടെ ആരംഭത്തിൽ കണ്ട ആ പെണ്ണ് തന്നെ. അവളുടെ തലയിലേക്കാണ് വെടികൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും അവൾ ആ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണിരിക്കുന്നത്. എന്നാൽ ലീയുടെ ബോഡി കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടു പോയത് മറ്റാരുമല്ല, നമ്മുടെ പാർക്ക് തന്നെയാണ്. ഇതിനു മുന്നേ ലീയെ അവൻ കണ്ടിട്ടുണ്ട്, നേരിട്ടൊന്നുമല്ല, ഒരു ചിത്രത്തിലൂടെ. അതായത് നമ്മുടെ ഇൻസ്പെക്ടർ കോങ്ങിന്റെ വളർത്തുമകനായിട്ടുള്ള കുട്ടൻ, അവന്റെ കയ്യിൽ 2 ചിത്രം ഉണ്ടായിരുന്നല്ലോ, ഇൻസ്പെക്ടർ കോങ്ങിന്റെയും അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള മിൻസുവയുടെയും. അതേ ചിത്രം, അതേ പെൺകുട്ടി തന്നെയാണ് ഇത്. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ മിൻസുവോ, അവളുടെ ബോഡി എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്നത്? അതിനർത്ഥം അന്ന് അവൾ മരിച്ചിട്ടില്ല. എങ്ങനെ അവൾ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതേ ദ്വീപിലേക്ക് തന്നെ അവൾ തിരിച്ചു വന്നു. അതൊരു പെൺവേഷത്തിലായിരുന്നില്ല, ആണിന്റെ വേഷം കെട്ടിയിട്ടായിരുന്നു. മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. പിന്നീട് ആ 5 ഇൻഫോമേഴ്സും ഇവളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അന്ന് രാത്രി അവളെ കൊന്നു കളഞ്ഞത്. അതിനായിട്ട് അവരുപയോഗിച്ചത് ചെറിയൊരു ഗണ്ണാണെന്ന് തലയിൽ ആ ഒരു വെടിയുണ്ട കണ്ടപ്പോൾ പാർക്കിന് മനസ്സിലായി. അങ്ങനെ ചെറിയൊരു ഗണ്ണ് ഈ ദ്വീപിൽ മറ്റാർക്കാണ് ഉള്ളതെന്ന് വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ അത് ആർക്കാണ് ഉള്ളതെന്ന് മനസ്സിലായി. മറ്റാരുമല്ല, ആ ഒരു പേപ്പർ ഫാക്ടറി ഉണ്ടല്ലോ, അവിടുത്തെ മാനേജർ, അതായത് കാര്യസ്ഥനായിട്ടുള്ള ഡോങ്
ഡോങ്കപ്പൻ തന്നെ. പിടിക്കപ്പെടും എന്ന് മനസ്സിലായപ്പോൾ ഡോങ്കപ്പൻ രക്ഷപ്പെടാൻ നോക്കിയാട്ടോ. എന്നാൽ അതിനു മുന്നേ തന്നെ പാർക്കും അവന്റെ ടീമും കൂടെ പോയിട്ട് ഡോങ്കപ്പനെ കൈയോടെ പൊക്കുകയാണ്. ആദ്യം നല്ല രീതിയിൽ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല. പിന്നീട് പട്ടിയെ തല്ലുന്ന പോലെ വലിയ വടി വെച്ച് പൊറ അടിച്ച് പൊളിക്കുകയാണ്. വേദന എടുത്ത് നിലവിളിച്ച ഡോങ്കപ്പൻ പറയാണ്, എന്റെ പൊന്ന് സാറേ, ഇനി എന്നെ തല്ലല്ലേ, ചത്തുപോകും സാറ്. ഞാൻ പറയാം, ആ 5 ഇൻഫോമറിൽപ്പെട്ട ഒരാൾ ഞാൻ തന്നെയാണ്. അതായത് ഇൻസ്പെക്ടർ ഗോങ്ങിനെ ചതിച്ചില്ലേ, അയാൾക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞില്ലേ, അതിലൊരാൾ ഞാൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇൻസ്പെക്ടർ കോങ്ങിന്റെ മകൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന കാര്യം, അല്ലെങ്കിൽ അവൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവര് എന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചു, അവളെ കൊല്ലാൻ ഗണ്ണ് വേണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഗണ്ണ് എടുത്തു കൊടുത്തു. അതിലുപരിയായിട്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല സാറേ. ഇയാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാർക്ക് പറയണേ, ശരി ശരി കിടന്ന് മോങ്ങാതെ, ആരാണ് ആ 5ാമത്തെ ഇൻഫോമർ, ആ കാര്യം പറയുന്നു പറയണം. അത് പറയാനായിട്ട് ഡോങ്കപ്പൻ വായി തുറക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരു വലിയ അമ്പ് വന്ന് ഇയാളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുകയാണ്. ആ അമ്പിന്റെ ഒരു ഭാഗത്ത് കയറുണ്ടായിരുന്നു. ആ കയറ് പിടിച്ചു വലിച്ചപ്പോൾ ഡോങ്കപ്പൻ പിന്നിലേക്ക് തെറിച്ചു വീഴാണ്. ആ വീഴ്ചയിൽ തല നേരെ ചെന്ന് അടിക്കുന്നത് ഒരു കല്ലിലാണ്. തല പൊട്ടി 2 കഷ്ണമായിട്ട് പിളർന്നു പോവാണ്. സ്പോട്ടിൽ തന്നെ ഡോങ്കപ്പൻ മരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻസ്പെക്ടർ കോങ് അദ്ദേഹത്തിന്റെ അമ്മയെ 4ാമതായിട്ട് കൊന്നപ്പോ എങ്ങനെയാ കൊന്നത്? തല അടിച്ചു പൊളിച്ചിട്ടാണ്. അപ്പൊ ഇൻഫോമറിൽ 4ാമനായിട്ടുള്ള ഡോങ്കപ്പനും മരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇപ്പൊ ആ ഒരു കില്ലറെ പിടിക്കാനായിട്ട് നമ്മുടെ പാർക്കിന് നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അവനും അവന്റെ ആൾക്കാരും കൂടെ അയാളുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഒരു കുതിരപ്പുറത്ത് കയറി വെള്ളം വസ്ത്രം ധരിച്ച ആ ഒരു കില്ലർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഒരു മുഖംമൂടിയും ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ആരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അവനെ ചേസ് ചെയ്ത് പോകുന്നതിന്റെ ഇടയിൽ പരിക്ക് പറ്റി നമ്മുടെ പാർക്ക് വീഴാണ്. ബോധം നഷ്ടമായി. പിന്നീട് കണ്ണു തുറന്ന സമയത്ത് പാർക്ക് ഉണ്ടായിരുന്നത് ആ ഒരു സ്വാമി പെണ്ണുണ്ടല്ലോ, അവളുടെ വീട്ടിലായിരുന്നു. കാരണം അവൻ വീണതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അവളുടെ വീട്. അവളാണ് പിന്നീട് നമ്മുടെ പാർക്കിനെ ശുശ്രൂഷിച്ചതൊക്കെ. പിന്നീട് ബോധം വന്നപ്പോഴാണ് നമ്മുടെ പാർക്ക് ഒരു കാര്യം അറിയുന്നത്. 4ാമതായിട്ട് ഡോങ്കപ്പൻ കൂടെ മരിച്ചു കഴിഞ്ഞപ്പോൾ ദ്വീപിലെ ആൾക്കാരൊക്കെ പേടിച്ചാകെ ബേരകി വീട്ടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ വലിയൊരു പൂജ ഈ സ്വാമി പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിൽക്കുക. ഇത് കേട്ടപ്പോൾ പാർക്കിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഈ മരമണ്ണകൾ ദ്വീപിൽ ഒരുത്തനും ബുദ്ധിയും ബോധവും ഇല്ലല്ലോ. ഒരിച്ചിരി വിവേകം ഏതെങ്കിലും ഒരുത്തനുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും മന്ദബുദ്ധികൾ ആ വഴിക്ക് പോട്ടെ, നമുക്ക് നമ്മുടെ കേസന്വേഷണവുമായിട്ട് മുന്നോട്ടേക്ക് പോകാന്ന് അവന്റെ ടീമിനോട് പാർക്ക് പറയാം. പിന്നീട് രാത്രിയിൽ അവർ നടക്കുമ്പോൾ വെളിച്ചത്തിനായിട്ട് ഒരു പ്രത്യേകതരം വിളക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അതിൽ ആ ഒരു എണ്ണ കഴിഞ്ഞ് വിളക്കിന്റെ തിരി താഴേക്ക് വീഴാണ്. അത് കണ്ട സമയത്ത് പെട്ടെന്ന് പാർക്കിന് എങ്ങനെയാണ് ആ ഒരു കപ്പലിന് തീ പിടിച്ചതെന്ന് മനസ്സിലായി. അതായത് കപ്പലിന് തീ പിടിച്ചപ്പോൾ തീ ഇടാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ തീ ഇട്ട ആള് അതെങ്ങനെയാ നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പെട്ടികളിലായിട്ട് പേപ്പർ കപ്പലിലേക്ക് ലോഡ് ചെയ്തായിരുന്നല്ലോ. അങ്ങനെ ഒരു പെട്ടിയിൽ ഒരു വിളക്ക് ആ ഒരു കില്ലർ വെച്ചിട്ടുണ്ട്. ആ വിളക്കിലെ എണ്ണ തീരുമ്പോൾ അതിന്റെ തിരി താഴേക്ക് വീഴുമല്ലോ. അപ്പൊ ആ തിരി താഴേക്ക് വീഴുമ്പോൾ കത്താനായിട്ട് കുറച്ചധികം വെടിമരുന്നും വെച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഒരു പ്രത്യേകതരം നീല നിറം ആ ഒരു കപ്പൽ കത്തിയപ്പോൾ ആൾക്കാർ കണ്ടത്. സോ എങ്ങനെയാണ് ആ ഒരു കപ്പൽ കത്തിയത് എന്ന് നമ്മുടെ പാർക്ക് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ എന്തിനാണ് ആ ഒരു കപ്പൽ കത്തിച്ചത്, അതിനൊരു കാരണമുണ്ട്. ഈ ഇൻഫോമേഴ്സിൽ ഒരാളായിട്ടുള്ള ജാങ്ക് പേപ്പർ കച്ചവടവുമായിട്ട് ഈ ഒരു ദ്വീപ് വിട്ട് പുറത്തു പോയിട്ടുണ്ടല്ലോ. അവനെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കാനാണ് കപ്പലിനും ആ ഒരു പേപ്പറുകൾക്കും തീയിട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ കില്ലർ ഇയാൾക്ക് എന്താണ് ഈ ഒരു ദ്വീപ് വിട്ട് പോകാൻ ഇത്ര ബുദ്ധിമുട്ട്? ബാക്കിയുള്ള 4 പേരെ ഇവിടെ വെച്ച് കൊന്ന് അതിനുശേഷം ഇയാൾക്ക് വേണമെങ്കിൽ ജാങ്ങിനെ തേടി അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ വെച്ച് അവനെ കൊല്ലായിരുന്നല്ലോ. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ആ ഒരു കില്ലറിന് ഈ ഒരു ദ്വീപ് വിട്ട് പോകാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ കില്ലർ ആയിരിക്കണം ശരിക്കും ഇൻസ്പെക്ടർ കോങ്ങിന്റെ മകളായിട്ടുള്ള മിൻസുവോയെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചതും. അപ്പൊ ആ ഒരു കാര്യം വേഗം തന്നെ നമ്മുടെ പാർക്ക് പോയിട്ട് അവന്റെ ആശാനോട് പറയുന്നുണ്ട്. എന്നാൽ ആശാൻ ഒരു കാര്യം പറയാണ്. അത് കേട്ട് പാർക്ക് ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് മിൻസുവോ, അവളുടെ ആ ഒരു ബോഡി ഇവർക്ക് കിട്ടിയിരുന്നല്ലോ, ആ ബോഡി ഇപ്പൊ കാണാനില്ല. ആരും ആ ഒരു ഡെഡ് ബോഡിയും കൊണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതോടുകൂടി പാർക്ക് ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇതിങ്ങനെ വെച്ചോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല, എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ മൂപ്പനോട് തന്നെ നേരിട്ട് പോയി ചോദിക്കണം. അതിനായിട്ട് അവൻ പോവാണ്. ആദ്യമൊക്കെ വോൺഹിയോ തടുത്തെങ്കിലും അതിനൊക്കെ മറികടന്ന് മൂപ്പനോട് ചെന്ന് പാർക്ക് കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്ന ഒരു കൂസലും ഇല്ലാതെ എല്ലാ സത്യങ്ങളും മൂപ്പൻ വിളിച്ചു പറയുന്നുണ്ട്. അതായത് മൂപ്പൻ പറയുന്ന ന്യായീകരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്ന എല്ലാവരെയും തേടി പിടിച്ച് രാജാവിന്റെ ആൾക്കാർ കൊല്ലുമായിരുന്നു. അതായത് അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ആ ഗ്രാമത്തെ മുഴുവനായിട്ട് ഇല്ലാതാക്കുമായിരുന്നു. ശരിക്കും രാജാവിന്റെ കീഴിലുള്ള ഒരു മന്ത്രി ഇതുപോലെ ശിക്ഷിച്ചു. ആ മന്ത്രിയുമായിട്ട് സുഹൃത്ത് ബന്ധമുള്ള ആളായിരുന്നു ഈ ഇൻസ്പെക്ടർ കോങ്. അതിന്റെ പേരിൽ ഈ നാട് മുഴുവൻ രാജാവ് ഇല്ലാതാക്കുന്നതിന് മുന്നേ ഞാൻ തന്നെയാണ് ഒരു 5 ചാരന്മാരെ സെറ്റാക്കിയിട്ട് ഇൻസ്പെക്ടർ കോങ്ങിനെതിരെ രാജാവിനോട് കള്ളസാക്ഷി പറയാൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പാർക്ക് പറയാണ്, ഓഹോ, എത്ര നിസാരമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം പറയുന്നത്. ആ കുടുംബം അനുഭവിച്ച വേദന അത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി മാത്രം ആ ഒരു ഫാക്ടറി പൂർണ്ണമായിട്ടും അതിന്റെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ആ മനുഷ്യനോട് ചെയ്ത്. ഈ സമയത്ത് ഒരു കൂസലും ഇല്ലാതെ മൂപ്പൻ അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതായത് ഈ മനുഷ്യനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, മനസാക്ഷി ഇല്ലാത്തൊരു പിശാചാണിത്. പിന്നീട് പാർക്ക് അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ അവൻ അന്വേഷിച്ച മറ്റൊരു കാര്യത്തിന്റെ ഇൻഫർമേഷൻ കൂടെ അവന് കിട്ടുകയാണ്. അതായത് 7 വർഷം മുന്നേ ഇൻസ്പെക്ടർ കോങ്ങിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഒരു ഇൻസ്പെക്ടർ അത് അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ആ ഇൻസ്പെക്ടർ അത് മറ്റാരും ആയിരുന്നില്ല, പാർക്കിന്റെ അച്ഛൻ തന്നെയായിരുന്നു. അതറിഞ്ഞപ്പോൾ പാർക്ക് ആകെ ഞെട്ടിപ്പോവാണ്. അവന്റെ അച്ഛൻ ഓൾറെഡി ഒരു ദേശീയക്കാരനാണ്. ഇതുപോലെ ഇൻസ്പെക്ടർ കോങ്ങിനെതിരെയുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോൾ ആ മതവുമായി
വീടുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളൊക്കെ അവിടെ നിന്ന് കിട്ടി. അതായത് ഈ 5 ചാരന്മാർ നേരത്തെ തന്നെ ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ ഗോങ് എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അന്ന് ആ ഒരു കേസ് അന്വേഷിക്കാൻ വന്ന പാർക്കിന്റെ അച്ഛൻ ഇതൊന്നും കൂടുതലായിട്ട് അന്വേഷിക്കാനോ അതൊന്നും കേൾക്കാനോ നിന്നില്ല. മാത്രമല്ല കോങ്ങിന്റെ ഫാമിലി പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ആ ഒരു ദേഷ്യത്തിന് ഇൻസ്പെക്ടർ കോങ് അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ നിന്നും കത്തി വാങ്ങി അയാളെ വെട്ടി തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ നോക്കി. ആ ഒരു കാര്യം പാർക്കിന്റെ അച്ഛന് തീരെ ഇഷ്ടമായില്ല. ഭയങ്കര ദേഷ്യം വന്നു. അതിന്റെ പേരിലാണ് വളരെ ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത്. കുടുംബത്തിലെ 5 പേർക്കും 5 രീതിയിലുള്ള ശിക്ഷ കൊടുത്തു കൊന്നു. ശരിക്കും ആ നാട്ടുകാർക്കൊക്കെ കോങ്ങിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് പൈസ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാറുണ്ട്, ചെറിയ പലിശയിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനായിട്ട് എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം രാജാവിനെതിരെയായിട്ട് സംസാരിക്കാൻ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? അങ്ങനെ അവസാനം ആ ഒരു മനുഷ്യനെ 4 കഷ്ണമായി കൊല്ലുന്നതിന് മുന്നേ ആ ഒരു പാവം മനുഷ്യൻ ദയനീയമായിട്ട് എന്നെ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കാത്ത ഈ നാട്ടുകാര് നോക്കിക്കോ, ഒരിക്കൽ ഞാൻ തിരിച്ചു വരും. അന്ന് ഈ നാട്ടിൽ രക്തത്തിന്റെ മഴയായിരിക്കും, ഒരുത്തന് പോലും അന്ന് ജീവൻ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ അതായിരുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്പെക്ടർ ഗോങ് മരണപ്പെടുന്നത്. ആ ഒരു കാര്യം നേരിട്ട് പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛന്റെ കൂടെ അന്ന് ഇവിടെ അവനും ഉണ്ടായിരുന്നു. എന്നാൽ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യമൊന്നും അവന്റെ ഓർമ്മയിലില്ലായിരുന്നു. എന്നാൽ ഓരോ കാര്യങ്ങളായിട്ട് ഓർത്തെടുത്ത സമയത്ത് അന്ന് മരിച്ച ഇൻസ്പെക്ടർ ഗോങ് അദ്ദേഹത്തിന്റെ മുഖം ഓർമ്മ വരുന്നുണ്ട്. നേരിട്ട് കണ്ട ആ ഒരു സംഭവം ഓർമ്മ വരികയാണ്. മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അവന്റെ സ്വന്തം അച്ഛൻ ക്രൂരമായിട്ട് തന്നെ ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയല്ലോ. ആ ഒരു വിഷമത്തിൽ പാർക്ക് അവൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഓൾറെഡി നമ്മുടെ കുട്ടനുണ്ടല്ലോ, അവൻ വരച്ചു വെച്ച ഇൻസ്പെക്ടർ കോങ്ങിന്റെയും അതുപോലെ തന്നെ മിൻസോയുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. സങ്കടത്തോട് കൂടിയിട്ട് അതിലേക്ക് നോക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് അതിന്റെ ഉള്ളിൽ ഒരു കാര്യം നമ്മുടെ പാർക്ക് കാണുകയാണ്. അതായത് പ്രേതമായുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ സാമി പെണ്ണുണ്ടല്ലോ, അവളുടെ കയ്യിൽ നിന്നും ഒരു മന്ത്ര പേപ്പർ മേടിച്ച് കയ്യിൽ വെക്കുമായിരുന്നു. അതുപോലൊരു പേപ്പർ, അങ്ങനത്തെ ഒരു പേപ്പർ ഈ കുട്ടൻ വരച്ച ചിത്രത്തിന്റെ അടിയിലുണ്ടായിരുന്നു. അതിനർത്ഥം എന്താണ്? ഇൻസ്പെക്ടർ കോങ്ങിന്റെ ആത്മാവിനെ ഇവനും പേടിക്കുന്നുണ്ട്. ഇവൻ എന്തിനിപ്പോ അങ്ങനെ ആ ഒരു ആത്മാവിനെ പേടിക്കേണ്ട ആവശ്യം? ഒന്ന് ഇരുത്തി ആലോചിച്ചപ്പോ പാർക്കിനൊരു കാര്യം മനസ്സിലായി. അതായത് ഇൻസ്പെക്ടർ കോങ്ങിനെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ 5 പേരിൽ 5ാമത്തവൻ അത് മറ്റാരുമല്ല, കുട്ടനാണ്. ഇൻസ്പെക്ടർ ഗോങ് അദ്ദേഹത്തിന്റെ ഫാമിലി അവരോടുള്ള ഇഷ്ടം കാരണം ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കുട്ടനാണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കുട്ടനാണ് ശരിക്കും 5ാമത്തെ ഇൻഫോമർ ആണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ശരിക്കുമുള്ള ആ ഒരു കില്ലർ ആരായിരിക്കും? വീണ്ടും നമ്മുടെ പാർക്ക് ആലോചിക്കാൻ തുടങ്ങുകയാണ്. കപ്പലില് അങ്ങനെ തീപിടുത്തം ഉണ്ടാക്കണമെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ആ ഒരു പെട്ടി അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ പേപ്പറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു കെമിക്കൽ അത് അത്രയും വലിയ അളവിൽ കിട്ടണമെങ്കിൽ അതും എടുക്കാനുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഈ ദ്വീപ് വിട്ട് ഒരിക്കലും പോകാൻ പറ്റാത്ത ഒരാൾ കൂടി ആയിരിക്കണം. അതായത് ഈ കടലും കാര്യങ്ങളൊക്കെ അലർജി ഉള്ള ഒരാളായിരിക്കണം. ഇതെല്ലാം കൂടി മാച്ച് ചെയ്യുമ്പോൾ പാർക്കിന് ഒരു ഉത്തരമാണ് കിട്ടിയത്. മറ്റാരുമല്ല, മൂപ്പന്റെ മകനായിട്ടുള്ള വോൺ ഹ്യൂ. അവൻ തന്നെയാണ് യഥാർത്ഥ കില്ലർ. പക്ഷെ എന്തിനാണ് വോൺ ഹ്യൂ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത്? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ഇൻസ്പെക്ടർ ഗോങ്ങിന്റെ മകളായിട്ടുള്ള മിൻസുവോ. പണ്ട് മുതലേ അവളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു വോൺ ഹ്യൂക്ക്. അന്ന് ആ ഒരു ശിക്ഷ അവൾക്ക് കൊടുത്ത സമയത്ത് ആരും കാണാതെ അതിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി അവിടെ ഒരു ശവം കൊണ്ടേയിട്ട് അന്ന് അവളെ രക്ഷപ്പെടുത്തിയ ആളാണ് നമ്മുടെ വ്യൂൺഹോ. അവളുടെ കൂടെ അന്ന് അവന് പോകണമെന്നുണ്ടായിരുന്നു. എന്നാൽ കടല് കണ്ടാൽ അവന് ഭയങ്കര പേടിയാണ്, ഒരു അലർജി പോലെ. ഒരു ഇച്ചിരി നേരം പോലും അവൻ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. വേഗം തന്നെ മിൻസോയെ രക്ഷപ്പെടുത്തിയിട്ട് അവൻ അവിടുന്ന് വേഗം തിരിച്ചുപോയി. എന്നാൽ തന്നെ രക്ഷപ്പെടുത്തിയ തന്നെ ഇത്രയും പ്രണയിക്കുന്ന വിൻഹ്യൂ അവനെ തിരിച്ചു കൊണ്ടുപോകാനാണ് മിൻസുവോ 3-4 വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത്, അതും ഒരാണിന്റെ വേഷത്തിൽ. അതുപോലെ തന്നെ അന്ന് മിൻസുവയുടെ ബോഡി കിട്ടിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കത്ത് ഉണ്ടായിരുന്നല്ലോ, ആ കത്ത് അവളെ എഴുതിയത് വോൺ ഹ്യൂവിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു മയക്കുമരുന്നും അവളുടെ കയ്യിലുണ്ടായിരുന്നു. എന്തിനാണ് ആ ഒരു മയക്കുമരുന്ന് എന്നല്ലേ, ആ മരുന്ന് കൊടുത്ത് നമ്മുടെ വോൺ ഹ്യൂവിനെ ബോധം കെടുത്തി ഈ ഒരു ദ്വീപിൽ നിന്ന് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു അവളുടെ ആ ഒരു പദ്ധതി. ആ കാര്യം വോൺ ഹ്യൂവിനോടും പറഞ്ഞു. അങ്ങനെ അവസാനം വോൺ ഹ്യൂ അതിന് സമ്മതിച്ചു. രക്ഷപ്പെടാനായിട്ട് രണ്ടുപേരും പ്ലാനും ചെയ്തു. എന്നാൽ ഇവർ ഈ സംസാരിച്ച കാര്യം അവിടെ മറഞ്ഞിരുന്ന ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റാരുമല്ല, കുട്ടൻ തന്നെ. കുട്ടൻ ഈ കാര്യം ചെന്ന് ബാക്കിയുള്ള ഇൻഫോമർ ഉണ്ടല്ലോ, ലീ ചാക്കു, സോജപ്പൻ, ചാങ്, ഡോങ്കപ്പൻ, ഇവരോട് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടാനായിട്ട് നമ്മുടെ മിൻസു തയ്യാറായി നിൽക്കുന്ന ആ രാത്രിയിൽ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിൽക്കുന്ന ആ രാത്രിയിൽ ആ പെൺകുട്ടിയെ കൊല്ലാനായിട്ട് ഇവർ വരികയാണ്. പ്രാണഭയം കാരണം നിലവിളിച്ചുകൊണ്ട് മിൻസുയോ ആ കാട്ടിലോട് ഓടിയാട്ടോ അവളെ രക്ഷിക്കാനായിട്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വോൺ ഹ്യൂ അവന് പറ്റിയില്ല. അവൻ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. അറിയാലോ, കടലിന്റെ അടുത്തേക്കാണ് അവള് പോയത്. അങ്ങോട്ടേക്ക് വോൺ ഹ്യൂവിന് പോവാൻ കഴിയില്ല, അവൻ അലർജിയാണ്. അവൻ തളർന്നു വീഴും അത് കണ്ടു കഴിഞ്ഞാൽ. ചിലപ്പോൾ അവിടുന്ന് വരുന്ന ഒരു ഗന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിലുള്ള അഗാധമായ ഒരു ഭയമായിരിക്കാം. എല്ലാം കൂടി ആയപ്പോൾ വോൺ ഹ്യൂവിന് അന്ന് രാത്രി പാവം നമ്മുടെ മിൻസുവയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ മിൻസുവയുടെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആ 5 ചാരന്മാർ ആരാണെന്ന് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത മൂപ്പന്റെ മകനായിട്ടുള്ള വോൺ ഹ്യൂവിന് അറിയാതിരിക്കില്ലല്ലോ. ആ 5 പേരെയും അവൻ സ്കെച്ച് ചെയ്യാണ്. 4 പേരെ കൊന്നു. ഇനി ഒരുത്തം കൂടെ ബാക്കിയുള്ളൂ. പാവമാണെന്ന് നമ്മളെല്ലാവരും കരുതിയ കുട്ടൻ തന്നെ. ഇപ്പൊ ആ ഒരു ഫാക്ടറി കാണിക്കുകയാണ്. കണക്കിലൊക്കെ നല്ല അറിവുണ്ടായിരുന്ന നമ്മുടെ വോൺ ഹ്യൂ ഇവനെ കൊല്ലാനായിട്ട് ഒരു പ്രത്യേകതരം മിഷീൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്റെ കാലും കൈയും 4 ഭാഗത്തേക്ക് ഘടിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണോ ഇൻസ്പെക്ടർ ഗോങ് മരിച്ചത് അതുപോലെ തന്നെ ഇവനെ കൊല്ലാൻ പോവാണ് 4 കഷ്ണങ്ങളാക്കിയിട്ട്. കാരണം ഈ കുട്ടൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മുടെ മിൻസുവോ മരിച്ചത് വരെ അവൻ കാരണം.
അപ്പൊ അവന് കൊടുക്കുന്ന ശിക്ഷ കുറച്ചധികം വലുത് തന്നെയായിരിക്കണ്ടേ. പക്ഷേ അതെല്ലാം മനസ്സിലാവാത്തത് ഇൻസ്പെക്ടർ ഗോങ് ആണ് ഈ കുട്ടനെ ചെറുപ്പത്തിൽ എടുത്തു വളർത്തിയത്. അനാഥനായ അവന് കിടക്കാൻ ഒരു സ്ഥലവും ഭക്ഷണവും കൊടുത്തത് ഇൻസ്പെക്ടർ ഗോങ് ആണ്. പക്ഷെ എന്തിനാണ് അദ്ദേഹത്തിനോട് ആ ഒരു പക അവന് തോന്നിയത്? അതിന്റെ കാരണം മറ്റൊന്നായിരുന്നു. അതായത് ഗോങ്ങിന്റെ മകൾ ഒരു ദിവസം കടലിലേക്ക് വീണല്ലോ. മരിക്കാൻ നേരത്ത് അന്ന് അവളെ രക്ഷപ്പെടുത്തിയത് കുട്ടനായിരുന്നു. പിന്നീട് അവളെ തീരത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. ആ ഒരു കാര്യം നേരിട്ട് കണ്ടുകൊണ്ടാണ് ഇൻസ്പെക്ടർ ഗോങ് അങ്ങോട്ടേക്ക് വന്നത്. അയാൾ അത് മറ്റൊരു രീതിയിലാണ് എടുത്തത്. അതായത് മിൻസോയെ ഈ ഒരു കുട്ടൻ കെട്ടിപ്പിടിക്കുന്നത് പോലെ അബ്യൂസ് ചെയ്യാൻ നോക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. അതായത് കോങ്ങിന്. അപ്പൊ കോങ് പറയാണ്, നിന്നെ ഇത്രയും എടുത്ത് വളർത്തിയ എന്നോട് തന്നെ ഈ ചതി വേണമായിരുന്നടാ. അവന് കുറെ തല്ലി മാത്രമല്ല 2-3 ദിവസം പട്ടിണി കിടുകയും ചെയ്തു. ആ ഒരു പകയാണ് അവന്റെ ഉള്ളില്. അതായത് അവൻ വിചാരിക്കുന്നത് എന്നെ വെറും ഒരു പട്ടിയെ പോലെയാണ് ഇയാൾ വളർത്തുന്നത്, അതുകൊണ്ട് ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണം. അങ്ങനെയാണ് ഈ കുട്ടനും ഇൻസ്പെക്ടർ ഗോങ്ങിനെതിരെ കള്ളസാക്ഷി പറഞ്ഞത്. എന്നിരുന്നാലും അത് കുറച്ച് ഓവറായി പോയില്ല. എന്തായാലും ഈ കുട്ടന്റെയും മരണം അടുത്തിരിക്കുകയാണ്. ആ ഒരു മിഷനിൽ അവന്റെ കാലും കൈയും കുടിക്കാൻ അവനെ 4 കഷ്ണമാക്കാൻ നിൽക്കുമ്പോൾ അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ പാർക്ക് വരികയാണ്. പാർക്ക് ഇപ്പോ വോൺ ഹ്യൂവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. വോൺ ഹ്യൂ അവൻ തെറ്റുകാരൻ തന്നെയാണ്, പക്ഷെ അവനെ കൊല്ലാനുള്ള അധികാരം നിനക്കില്ല, അവനെ വെറുതെ വിടുന്ന് ഗണ്ണ് ചൂണ്ടി പറയാണ്. ഈ സമയത്ത് വോൺ ഹ്യൂ പറയാണ്, ഓഹോ നീ വന്നല്ലേ, പണ്ട് നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെച്ചു. നീ ഇപ്പൊ വന്നിട്ട് ഇതെല്ലാം തീർക്കാൻ നോക്കുകയാണോ? നടക്കില്ല, എന്റെ പക എനിക്ക് വീട്ടിയേ മതിയാവുള്ളൂ. അതായത് ഈ ഒരു കുട്ടനെ കൊല്ലാൻ തന്നെ വോൺ ഹ്യൂ നോക്കുകയാണ്. മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് പാർക്കിന് വോൺ ഹ്യൂവിനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. അവൻ മരണപ്പെട്ടു പോവാണ്. പിന്നീട് രാജാവിന്റെ മുന്നിലേക്ക് ഈ ഒരു കുട്ടനെ ഹാജരാക്കണല്ലോ. അതിനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാർ മുഴുവൻ ഹാലിളകി വരികയാണ്. ഇൻസ്പെക്ടർ ഗോങ്ങിനെ ചതിച്ചത് ഈ 5 പേരാണെന്ന് മനസ്സിലായി. അതിൽ പ്രധാനിയാണ് ഈ കുട്ടനെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഗോങ്ങിന്റെ ആത്മാവ് നാട്ടുകാരോടൊന്നും ചെയ്യാതിരിക്കാൻ ഇവൻ ഇവിടെ വെച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു പറയണം. പ്രാന്തളിയ നാട്ടുകാർ പിന്നെ ഒന്നും നോക്കിയില്ല, കുട്ടനെ വലിച്ചെടുക്കുകയാണ് ആൾക്കൂട്ടത്തിലേക്ക്. കയ്യിലുണ്ടായിരുന്ന കത്തിയും കോടാലിയൊക്കെ വെച്ച് അവനെ വെട്ടി മുറിക്കുന്നുണ്ട് കേട്ടോ. ആ നേരത്ത് അവിടെ രക്തമഴ തന്നെ പെയ്യാൻ തുടങ്ങുകയാണ്. അതായത് മരിക്കാൻ നേരത്ത് ഇൻസ്പെക്ടർ ഗോങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു നാൾ വരും, ആ നേരത്ത് ഇവിടെ രക്തമഴയായിരിക്കും. ഈ സിനിമയുടെ പേര് പോലെ തന്നെ ബ്ലഡ് റെയിൻ. എന്തായാലും ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ നമ്മുടെ പാർക്കിന് കഴിഞ്ഞുള്ളൂ കേട്ടോ. അങ്ങനെ അവസാനം ആ ഒരു കേസെല്ലാം തെളിയിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും രാജാവിനോട് പറയാനായിട്ട് പാർക്കും അവന്റെ ആശാനും കൂടെ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം തോന്നുന്നുണ്ടാവും, ഇതെല്ലാം ഒപ്പിച്ചു വെച്ച ആ ഒരു മൂപ്പൻ അയാൾക്കൊരു ശിക്ഷയും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. ഏറ്റവും വലിയ ശിക്ഷ അയാൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ജീവന് തുല്യം സ്നേഹിച്ച മൂപ്പന്റെ മകനെ അയാൾക്ക് നഷ്ടമായില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർക്ക് പോയിട്ട് രാജാവിന് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്താൽ ഉറപ്പായിട്ട് മൂപ്പനൊരു മരണശിക്ഷ വരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ വലിയ മറ്റെന്തെങ്കിലും ഒരു ശിക്ഷ. ഇനിയിപ്പോൾ എല്ലാത്തിനൊടുവിൽ നിങ്ങൾക്കൊരു കാര്യം തോന്നുന്നുണ്ടാവും, അനീതി നേരിട്ടവർക്ക് നീതി കിട്ടിയോ എന്ന്. എവിടെ കിട്ടാൻ, നഷ്ടപ്പെട്ടവർക്ക് അത് നഷ്ടമായി, അത്ര തന്നെ. എന്തായാലും സിനിമ ഇവിടെ തീർന്നു. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ആയിട്ട് ഇട്ടോ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.